പാലക്കാട് തന്നെ നെന്മാറയിൽ സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ചെന്താമരയുടെ ശിക്ഷാവിധി മറ്റന്നാളായിരിക്കും. കൊടും കുറ്റവാളിയാണ് ചെന്താമര. 3 കൊലക്കേസിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്. നാടൊന്നാകെ നടുങ്ങിയ ഒരു കേസാണ് സജിത വധക്കേസ്. ആ കേസിലെ പ്രതിയെയാണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. സജിതയെയും ഭർത്താവിന്റെ അമ്മയെയും കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളി കേസിലെ വിധി കേൾക്കാൻ കയറി വന്നതും തീരെ കൂസലില്ലാതെ. ചെന്താമരയുടെ സഹോദരനും ഭാര്യയും നൽകിയ മൊഴികളും സജിതയുടെ വീട്ടിൽ നിന്ന് സജിതയുടെ രക്തത്തിൽ പതിഞ്ഞ ചെന്താമരയുടെ കയ്യടയാളം അടക്കമുള്ള സാഹചര്യ തെളിവുകളും കോടതി വിധിക്ക് വഴിവെച്ചു. സാക്ഷികളെല്ലാം വളരെ പേടിച്ചിട്ട് വരുന്ന സാക്ഷികളാണ്. അവർക്ക് ആദ്യം നമ്മൾ ഒരു ധൈര്യം കൊടുക്കലായിരുന്നു നമ്മളെ മെയിൻ പണിയായിട്ടുണ്ടായിരുന്നത്. അത് അവർ കണ്ട കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു എന്നാണ് പറയാനുള്ളത്. ചെന്താമരയെ ഭയന്ന് ഒരു സാക്ഷി മാത്രം ഇപ്പോഴും തമിഴ്നാട്ടിലാണ് താമസം. പുഷ്പ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ചെന്താമരയെ ഭയമാണ്. ഏതെങ്കിലും രീതിയിൽ അയാൾ കുറ്റവിമുക്തനായി വന്നാൽ തന്നെയും കൊലപ്പെടുത്തുമെന്ന ഭയമുണ്ട്. കാരണം ഒരു കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയാണ് 2 കൊലകൾ ചെന്താമര നടത്തിയത്. പുഷ്പയുടെ ആ പേടി ഒരു പരിധിവരെ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. ഇനി ശിക്ഷ എന്താണെന്ന് കൂടി അറിയണം. പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സജിതയുടെ കുടുംബം. വിശ്വാസമുണ്ട്. കോടതി ഇപ്പോൾ ആകെ വിശ്വാസം. നല്ല ശിക്ഷ കൊടുക്കട്ടെ. കോടതി എന്താ തീരുമാനിക്കണം? അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കട്ടെ. അയാൾ നല്ല കുറ്റക്കാരനാണ്. ആശ്വാസമുണ്ട്. ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.